ഹായ് ഓൾ, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 2015 നടന്ന AELSE ഡിപ്പാർട്ട്മെന്റിലേക്ക് നടന്ന കേരള PSC പ്രീവിയസ് ഇയർ ചോദ്യവും അതിന്റെ സൊല്യൂഷൻസുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ചോദ്യം ഇതാണ്: ദ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഈസ് ആൻ അലോയ് ഓഫ് വിച്ച് എമംഗ് ദ ഫോളോയിങ്? താഴെ പറയുന്നവയിൽ ഏതൊക്കെ മെറ്റീരിയൽസിന്റെ ചേർന്നുണ്ടായ അലോയ് ആണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ? അപ്പൊ ആൻസർ ഓപ്ഷൻ എ, ക്രോമിയം, നിക്കൽ, അയൺ. ക്രോമിയത്തിന്റെയും നിക്കലിന്റെ അയണിന്റെയും ഒരു അലോയ് ആണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ. അടുത്ത ചോദ്യം: വാട്ട് ഈസ് ഡിറ്റർമൈൻഡ് ബൈ കണ്ടക്ടിങ് ആൻ അബ്രേഷൻ ടെസ്റ്റ്? അബ്രേഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്തുകൊണ്ട് എന്താണ് ഡിറ്റർമൈൻ ചെയ്യുന്നതാണ്? ഇത് ഹൈവേ മെറ്റീരിയൽസിൽ അഗ്രിഗേറ്റ്സിൽ വരുന്ന ഒരു ടെസ്റ്റ് ആണ് അബ്രേഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. അബ്രേഷൻ ടെസ്റ്റ് നമ്മൾ അഗ്രിഗേറ്റ്സിൽ കണ്ടക്ട് ചെയ്യുന്നത് അതിന്റെ ഹാർഡ്നെസ് ഡിറ്റർമൈൻ ചെയ്യാൻ. ഓക്കെ, അടുത്ത ചോദ്യം: ഓൺ വിച്ച് ഓഫ് ദ ഫോളോയിങ് ദ സപ്പോർട്ട് ഫോർ ഫ്ലാറ്റ് സ്ലാബ് ഈസ് പ്രൊവൈഡഡ്? ഫ്ലാറ്റ് സ്ലാബിൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് താഴെ പറയുന്നത് കണ്ടീഷനിലാണെന്ന്. ദ കോളം ബിൽഡ് മോണോലിത്തിക്കലി വിത്ത് സ്ലാബ്, അതാണ് ആൻസർ. ഓൺ വിച്ച് ഓഫ് ദ ഫോളോയിങ് ദ സപ്പോർട്ട് ഫോർ ദ ഫ്ലാറ്റ് സ്ലാബ് ഈസ് പ്രൊവൈഡഡ്? ഫ്ലാറ്റ് സ്ലാബിലുള്ള സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് കോളം ബിൽഡ് മോണോലിത്തിക്കലി വിത്ത് സ്ലാബ്സിലാണ്. അടുത്ത ചോദ്യം: വാട്ട് ഈസ് ദ വിഡ്ത്ത് ഓഫ് ബ്രോഡ് ഗേജ്? ബ്രോഡ് ഗേജില്, അപ്പോൾ റെയിൽവേയിലുള്ള ചോദ്യമാണ്. റെയിൽവേ ട്രാക്കില് ബ്രോഡ് ഗേജിന്റെ വിഡ്ത്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി, 1.676 മീറ്റേഴ്സ് ആണ്. ബ്രോഡ് ഗേജിന്റെ വിഡ്ത്ത് 1.676 മീറ്റേഴ്സ് ആണ്. ഇപ്പോൾ മീറ്റർ ഗേജ് ആണെങ്കിൽ അത് 1 മീറ്റർ ആയിരിക്കും വിഡ്ത്ത് വരിക. അടുത്ത ചോദ്യം: among which of the following conditions a T-beam becomes identical to a rectangular beam with width equal to that of flange? ഇപ്പൊ താഴെ പറയുന്ന എന്ത് കണ്ടീഷനിലാണ് നമ്മുടെ T-beam റെക്ടാംഗുലർ ബീമായിട്ട് ഐഡന്റിക്കൽ ആവുക വിഡ്ത്ത് ഈക്വൽ ടു ദ ഫ്ലാഞ്ച്? ഫ്ലാഞ്ചിൻ നമ്മുടെ റെക്ടാംഗുലർ ബീമിന്റെ വിഡ്ത്തും T-beamന്റെ ഫ്ലാഞ്ചും സെയിം ആയിരുന്ന കണ്ടീഷനിൽ. അപ്പോൾ ആൻസർ ദ ന്യൂട്രൽ ആക്സിസ് റിമെയിൻസ് വിത്തിൻ ദ ഫ്ലാഞ്ച്. ന്യൂട്രൽ ആക്സിസ് T-beamന്റെ ഫ്ലാഞ്ചിനുള്ളിലായിരിക്കുമ്പോഴാണ് ഇത് ഐഡന്റിക്കൽ ആവുക. ഓക്കെ, അടുത്ത ചോദ്യം: വിച്ച് among the following is a step used for changing the direction of a stair? ഒരു സ്റ്റെയറിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്റ്റെപ്പുകളെ നമ്മൾ വൈൻഡേഴ്സ് എന്നുള്ള പറയുക. സ്റ്റെപ്പ് യൂസ്ഡ് ഫോർ ചേഞ്ചിങ് ദ ഡയറക്ഷൻ ഓഫ് സ്റ്റെയർസ്. നമുക്ക് ഫിഗറിൽ കാണുന്നത് പോലെ സ്റ്റെയറിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന നമ്മൾ സ്റ്റെപ്പുകളെയാണ് നമ്മൾ എന്ത് പറയുക? വൈൻഡേഴ്സ് എന്ന് പറയുക. ഓക്കെ, അടുത്ത ചോദ്യം: ബൈ വിച്ച് ഓഫ് ദ ഫോളോയിങ് ടെസ്റ്റ് ഫൈനസ് ഓഫ് ദ സിമെന്റ് ക്യാൻ ബി ഡിറ്റർമൈൻഡ്? താഴെ പറയുന്ന ഏത് ടെസ്റ്റ് കണ്ടക്ട് ചെയ്തിട്ടാണ് സിമെന്റിന്റെ ഫൈനസ് ഡിറ്റർമൈൻ ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ, പെർമിയബിലിറ്റി ആണ്. പെർമിയബിലിറ്റി ടെസ്റ്റ് കണ്ടക്ട് ചെയ്തിട്ടാണ് സിമെന്റിന്റെ ഫൈനസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതുപോലെ സൗണ്ട്നെസ് ടെസ്റ്റ് ചെയ്യുന്നത് സൗണ്ട്നെസ് കണ്ടുപിടിക്കാനാണ്. അതിൽ നമുക്ക് 2 ടൈപ്പ് ടെസ്റ്റുകളുണ്ട്. ലെഷാറ്റിലെ അപ്പാരറ്റസ് ഉപയോഗിച്ചൊക്കെ നമുക്ക് സൗണ്ട്നെസ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാവുന്നതാണ്, സൗണ്ട്നെസ് കണ്ടുപിടിക്കാവുന്നതാണ്. അതുപോലെ വിക്കറ്റ് അപ്പാരറ്റസ് ഉപയോഗിക്കുന്നത് നമ്മുടെ കൺസിസ്റ്റൻസി, സിമെന്റിന്റെ കൺസിസ്റ്റൻസി അല്ലെങ്കിൽ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ സെറ്റിംഗ് ടൈം ഒക്കെ കണ്ടുപിടിക്കാനാണ് നമ്മൾ വിക്കറ്റ് അപ്പാരറ്റസ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുക. കംപ്രഷൻ ടെസ്റ്റ് കംപ്രഷൻ കണ്ടുപിടിക്കാനായിട്ടാണ് കംപ്രഷൻ ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത്: among the following in which type of canal flow occurs only when there is a rise of flow in river? താഴെ പറയുന്നവയിൽ ഫ്ലോ ഒക്കർ ചെയ്യാൻ, താഴെ പറയുന്നത് ഏത് ടൈപ്പ് ഓഫ് കനാലിലാണ് ഫ്ലോ ഒക്കർ ചെയ്യുന്നത്? എപ്പോൾ റിവറിൽ ഫ്ലോ റൈസ് ചെയ്യുമ്പോൾ ഫ്ലോ ഒക്കർ ചെയ്യുന്നത് താഴെ പറയുന്ന ടൈപ്പ് കനാലിലാണ്. ആൻസർ ഓപ്ഷൻ എ, ഇൻഅണ്ടുവേഷൻ കനാലാണ്. ഇൻഅണ്ടുവേഷൻ കനാൽ. അടുത്ത ചോദ്യം: വാട്ട് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് വോളിയം ഓഫ് എയർ വോയിഡ്സ് ടു ദ ടോട്ടൽ വോളിയം ഓഫ് സോയിൽ മാസ് ആൻഡ് ഈസ് എക്സ്പ്രസ്ഡ് ആസ് പെർസെൻറ്റേജ്? ഇത് ജിയോ ടെക്നിക്കലിൽ വരും, സോയിൽ മെക്കാനിക്സ് വരുന്ന ചോദ്യമാണ്. അതിൻ്റെ അകത്ത് നമ്മൾ സോയിൽ
സ്ട്രക്ചർ, സോയിലിന്റെ ഡിഫറെന്റ് ഇൻഗ്രീഡിയൻസിനെ കുറിച്ചും അതിന്റെ പ്രോപ്പർട്ടീസും റിലേഷൻസിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്നതാണ് ദ റേഷ്യോ ഓഫ് വോളിയം ഓഫ് എയർ വോയിഡ്സിന്റെ വോളിയം ടു ടോട്ടൽ വോളിയം ഓഫ് സോയിൽ മാസിനുള്ള ആ റേഷ്യോനെ, അതിന് പെർസെൻറ്റേജ് റെപ്രസെന്റ് ചെയ്യുന്ന ആ റേഷ്യോനെ നമ്മൾ പെർസെൻറ്റേജ് എയർ വോയിഡ് എന്നാണ് പറയുന്നത്. പെർസെൻറ്റേജ് എയർ വോയിഡ്. ഓക്കെ, അടുത്തത് വാട്ട് ഈസ് ദ സൈഡ് സ്ലോപ്പ് ഓഫ് സിപ്പോളിറ്റി വെയർ? സിപ്പോളിറ്റി വെയറിന്റെ സൈഡ് സ്ലോപ്പ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി 1 ഹൊറിസോണ്ടൽ ടു 4 വെർട്ടിക്കൽ ആണ് സിപ്പോളിറ്റി വിയറിന്റെ സൈഡ് സ്ലോപ്പ്. അപ്പൊ നമുക്ക് ഈ ഒരു ഫിഗറിൽ കാണുന്നതാണ് നമ്മുടെ സിപ്പോളിറ്റി വിയർ എന്ന് പറയുന്നത്. അതിലെ സൈഡ് സ്ലോപ്പിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് 4 വെർട്ടിക്കൽ ടു 1 ഹൊറിസോണ്ടൽ. അതിനാണ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം, ഹൗ ദ ടെമ്പററി ഹാർഡ്നെസ് ഓഫ് വാട്ടർ ഈസ് റിമൂവ്ഡ്? ടെമ്പററി ഹാർഡ്നെസ്, വാട്ടറിലെ ടെമ്പററി ഹാർഡ്നെസ് റിമൂവ് ചെയ്യുന്നത്. ഇപ്പൊ എന്താ ഹാർഡ്നെസ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല്, സോ ബേസിക്കലി പറയുകയാണെങ്കിൽ വാട്ടറിൽ ലാദർ ഫോം ചെയ്യാതിരിക്കുന്ന കണ്ടീഷൻ ആണെങ്കിൽ, സോപ്പ് ഉപയോഗിക്കുമ്പോൾ ലാദർ ഫോം ചെയ്യാതിരിക്കുന്ന കണ്ടീഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹാർഡ്നെസ് എന്ന് പറയുന്നത്. അത് ടെമ്പററി ഉണ്ട്, പെർമനന്റും ഉണ്ട്. അപ്പൊ ടെമ്പററി ഹാർഡ്നെസ് നമുക്ക് ബോയിൽ ചെയ്തിട്ടൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. പെർമനന്റ് ഹാർഡ്നെസ് ആയിരിക്കും നമുക്ക് ഇതുപോലെ സിയോലൈറ്റ് പ്രോസസ് അല്ലെങ്കിൽ ലൈം സോഡ പ്രോസസ് ഒക്കെ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ടെമ്പററി ഹാർഡ്നെസ് ഓഫ് വാട്ടർ ഇസ് റിമൂവ്ഡ് ബൈ ബോയിലിംഗ് ആണ്. അടുത്ത ചോദ്യം, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൈപ്സ് ഓഫ് കോൺക്രീറ്റ് ബീം സെക്ഷൻസ് ഫെയിലിയർ വിൽ ഒക്കർ ആൾ ഓഫ് എ സഡൻ? ഇപ്പൊ താഴെ പറയുന്നതിൽ ഏത് ടൈപ്പ് ബീം സെക്ഷൻ ആണ് പെട്ടെന്ന് ഫെയിലിയർ ഉണ്ടാവുന്നുള്ളതാണ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ഓവർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ ആണ്. ഇപ്പോൾ ഓവർ റീഇൻഫോഴ്സ്ഡ് സെക്ഷനിലെ കേസിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ കോൺക്രീറ്റ് ആയിരിക്കും പെട്ടെന്ന് എന്തുണ്ടാവുക, ഫെയിലിയർ ഉണ്ടാവുക, ബ്രിട്ടിൽ ഫെയിലിയർ ഉണ്ടാവുക. അപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യും, ഒരു വാർണിംഗ് ഒന്നും കാണിക്കാണ്ട് പെട്ടെന്ന് എന്ത് ചെയ്യും, ഫെയിലിയർ ഉണ്ടാവും. പക്ഷെ ഒരു അണ്ടർ റീഇൻഫോഴ്സ് സെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ആ കേസിൽ സ്റ്റീലാണ് ഈൽഡ് ചെയ്യുക. അപ്പോൾ അതിനൊരു സ്റ്റീൽ ഒരു വാർണിംഗ് കാണിക്കും, എന്നിട്ട് ഫെയിലിയർ ഉണ്ടാവുള്ളൂ. ഓക്കെ, അടുത്ത ചോദ്യം, ഇൻ വിച്ച് കണ്ടീഷൻ എ ഡബ്ലി റീഇൻഫോഴ്സ്ഡ് ബീം ഈസ് യൂസ്ഡ്? ഡബ്ലി റീഇൻഫോഴ്സ്ഡ് ബീമുകൾ താഴെ പറയുന്ന ഏത് കണ്ടീഷനിലാണ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ബേസിക്കായി ഡബ്ലി റീഇൻഫോഴ്സ്ഡ് സെക്ഷൻസ് യൂസ് ചെയ്യുന്നത് ഡെപ്തിനും ബ്രെഡ്ത്തിനൊക്കെ സൈസ് റെസ്ട്രിക്ഷൻസ് വരുന്ന സാഹചര്യങ്ങളിലാണ്. സോ ദ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, when depth and breadth of the beam have to be restricted in size. അടുത്ത ചോദ്യം, in a water supply scheme for what purpose aeration is carried out? നമ്മൾ വാട്ടർ സപ്ലൈയിൽ എന്തിനാണ് എയറേഷൻ ചെയ്യുന്നത്? അത് ടേസ്റ്റും ഓർഡറും റിമൂവ് ചെയ്യാനാണ്. in a water supply scheme, for what purpose aeration is carried out? To remove taste and odor. അടുത്ത ചോദ്യം, what is the disadvantage of centrifugal pump compared with reciprocating pump? സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ, പ്രൈമിംഗ് ആണ്. സെൻട്രിഫ്യൂഗൽ പമ്പിന് പ്രൈമിംഗ് ആവശ്യമാണ്, അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയാം. ഓക്കെ, അടുത്ത ചോദ്യം, വാട്ട് ഈസ് നോൺ ആസ് ദ ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ റിക്വയർഡ് ടു പെനിട്രേറ്റ് ഇൻ ടു എ സോയിൽ മാസ് വിത്ത് എ സർക്കുലർ പ്ലഞ്ചർ ഓഫ് 50 mm ഡയമീറ്റർ അറ്റ് എ റേറ്റ് ഓഫ് 1.25 mm per minute? ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ എന്ന് പറയുമ്പോൾ എന്താണ്, അത് പ്രഷറാണ്. പ്രഷർ required to penetrate into a soil mass with a circular plunger at a rate of 1.25 mm per minute. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് കാലിഫോർണിയ ബെയറിംഗ് റേഷ്യോ, CBR ആണ്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ഫ്ലോർ ഏരിയ റേഷ്യോ? ഫ്ലോർ ഏരിയ റേഷ്യോ FAR എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. FAR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഫ്ലോർ ഏരിയ, എല്ലാ ഫ്ലോർസിനും ടോട്ടൽ ഫ്ലോർ ഏരിയ ടു പ്ലോട്ട് ഏരിയ റേഷ്യോ ആണ് നമ്മൾ എന്ത് പറയുക, ഫ്ലോർ ഏരിയ റേഷ്യോ എന്ന് പറയുന്നത്. അപ്പൊ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ദ റേഷ്യോ ഓഫ് ടോട്ടൽ ഏരിയ ഓഫ്
all floors. എല്ലാ ഫ്ലോറിന്റെയും ടോട്ടൽ ഏരിയ ടു പ്ലോട്ട് ഏരിയ റേഷ്യോ ആണ് FAR. അടുത്ത ചോദ്യം, വാട്ട് ഈസ് അസിമുത്ത്? അസിമുത്ത് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്? ഒരു ആംഗുലാർ മെഷർമെന്റ് ആണ്, അല്ലെങ്കിൽ നമുക്ക് പറയാം ഒരു ബിയറിംഗ് ആണ് എന്ത് അസിമുത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ആ ബെയറിംഗുമായിട്ട് റിലേറ്റഡ് ഒരു ടേം നമുക്കിവിടെ ഓപ്ഷനിൽ വരുന്നില്ല. അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി, നൺ ഓഫ് ദീസ് ആണ്. ബാക്കിയുള്ളതെല്ലാം എന്താണ്? മെറിഡിയൻസ് ആണ്. ആർബിറ്ററി അല്ലെങ്കിൽ ട്രൂ അല്ലെങ്കിൽ മാഗ്നറ്റിക്, അത് മെറിഡിയൻസിനെ പറ്റിയാണ് അത് പറയുന്നത്. അസിമുത്ത് എന്ന് പറഞ്ഞാൽ ബെയറിംഗ് ആണ്, ഒരു ആംഗുലർ മെഷർമെന്റ് ആണ്. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി, നൺ ഓഫ് ദീസ് ആണ്. അടുത്ത ചോദ്യം, വാട്ട് വിൽ ബി ദ ഹൈഡ്രോളിക് mean depth for a most economical rectangular section of an open channel of width B and depth D? ഒരു മോസ്റ്റ് എക്കണോമിക്കൽ ആയിട്ടുള്ള ഒരു റെക്ടാങ്കുലർ സെക്ഷൻ, ഓപ്പൺ ചാനൽ റെക്ടാങ്കുലർ സെക്ഷന്റെ ഹൈഡ്രോളിക് മീൻ ഡെപ്ത് എന്നതിന്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ റെക്ടാങ്കുലർ സെക്ഷൻ. അതിന്റെ ബ്രെഡ്ത്ത് B, ഞാൻ ഡെപ്ത് ഇവിടെ Y എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, Y അല്ലെങ്കിൽ D. ഓക്കെ, അപ്പൊ ഞാൻ Y എടുത്തിട്ടുണ്ട്, ഡെപ്ത് Y എന്ന് എടുത്തിട്ടുണ്ട്. അപ്പോ എങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ നോക്കാം, നമുക്ക് ഇതിന്റെ ഒരു നോർമൽ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ബ്രെഡ്ത്ത് ഇൻറ്റു ഡെപ്ത് ആയിരിക്കും, B ഇൻറ്റു Y ആയിരിക്കും അതിന്റെ നോർമൽ ഏരിയ എന്ന് പറയുന്നത്. ഇതിന്റെ വെറ്റഡ് പെരിമീറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഈ 3 സൈഡുകൾ മാത്രം കൺസിഡർ ചെയ്താൽ മതി. അപ്പോ Y പ്ലസ് B പ്ലസ് Y, B പ്ലസ് 2Y ആണ് നമ്മൾ വെറ്റഡ് പെരിമീറ്റർ എന്ന് പറയുന്നത്. ഇനി ഹൈഡ്രോളിക് മീൻ ഡെപ്ത് അല്ലെങ്കിൽ നോർമൽ ഹൈഡ്രോളിക് റേഡിയസ് എന്ന് പറയുന്നത് R ഈസ് ഈക്വൽ ടു A/P ആണ്, ഏരിയ ബൈ വെറ്റഡ് പെരിമീറ്റർ. അപ്പൊ നമുക്ക് അത് എഴുതി. ഒരു എക്കണോമിക്കൽ ചാനൽ സെക്ഷൻ ആവണം എന്നുണ്ടെങ്കിൽ അതിന്റെ പെരിമീറ്റർ മിനിമം ആയിരിക്കണം. അപ്പോ dP/dy ഈക്വൽ ടു 0. ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ഇക്വേറ്റ് ചെയ്തു. പെരിമീറ്റർ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 ആയിരിക്കണം ഫോർ എൻ എക്കണോമിക്കൽ ചാനൽ സെക്ഷൻ. പെരിമീറ്റർ മിനിമം എന്ന് പറയുന്നത് ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആയിരിക്കണം എന്നുള്ളതാണ്, വിത്ത് റെസ്പെക്ട് ടു Y, വിത്ത് റെസ്പെക്ട് ടു ഡെപ്ത്. അപ്പോ നമ്മൾ അതിൽ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ പോവാണ്. നമുക്കറിയാം ഏരിയ ഈസ് ഈക്വൽ ടു B ഇൻറ്റു Y ആണ്. അപ്പൊ B ഈസ് ഈക്വൽ ടു A/Y. അത് നമ്മുടെ പെരിമീറ്ററിലുള്ള ബിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നമ്മൾ എന്നിട്ട് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് B ഈസ് ഈക്വൽ ടു 2Y എന്ന് കിട്ടും. B ഈസ് ഈക്വൽ ടു 2Y എന്ന് കിട്ടും. അത് നമ്മൾ തിരിച്ച് ഇവിടെ ബിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും P ഈസ് ഈക്വൽ ടു 4Y. എല്ലാത്തിനെയും ഇൻ ടേംസ് ഓഫ് വൈയിൽ എഴുതി. P ഈസ് ഈക്വൽ ടു 4Y. അപ്പൊ R ഈസ് ഈക്വൽ ടു A/P ആണ്. A എന്ന് പറയുന്നത് BY ആണ്, P എന്ന് പറയുന്നത് 4Y ആണ്. അപ്പോ നമുക്ക് എങ്ങനെ കിട്ടും? Y/2 എന്ന് കിട്ടും. നമ്മുടെ ആൻസർ ഈസ് ഈക്വൽ ടു Y/2. അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ A, D/2 ആണ്. Y അല്ലെങ്കിൽ D. ഇപ്പോ ആൻസർ ഓപ്ഷൻ A, D/2. അടുത്ത ചോദ്യം, അറ്റ് എനി പോയിന്റ് ഓൺ ദ മാഗ്നറ്റിക് ഇക്വേറ്റർ what will be the angle of dip? മാഗ്നറ്റിക് ഇക്വേറ്ററിൽ ഏതൊരു പോയിന്റിലായിക്കോട്ടെ അവിടുത്തെ ആംഗിൾ ഓഫ് ഡിപ്പിന്റെ വാല്യൂ ആൻസർ ഓപ്ഷൻ B, 0 ഡിഗ്രിയാണ്. എന്താണ് ഡിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ സർഫസിൽ ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് ഡിപ്പ് എന്ന് പറയുന്നത്. അപ്പോ മാഗ്നറ്റിക് ഇക്വേറ്ററിൽ ആംഗിൾ ഓഫ് ഡിപ്പ് എന്ന് പറയുന്നത് 0 ഡിഗ്രി ആയിരിക്കും. 0 ഡിഗ്രി. അത് പോൾസിലാണെന്നുണ്ടെങ്കിൽ വാല്യൂ 90 ഡിഗ്രി ആയിരിക്കും. അറ്റ് പോൾസ് സെയിം കേസ് തന്നെ. അറ്റ് പോൾസ് ആണെങ്കിൽ ആംഗിൾ ഓഫ് ഡിപ്പ് വിൽ ബി 90 ഡിഗ്രി. അത് ഓർത്തിരിക്കാം. ഓക്കെ, അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ബിൽഡിംഗ് എക്സ്ക്ലൂഡിംഗ് ദ ഏരിയ ഓക്കുപ്പൈഡ് ബൈ വാൾസ്? വാൾസിന്റെ ഏരിയ ഒഴികെയുള്ള ബാക്കിയുള്ള ബിൽഡിങ്ങിന്റെ ഏരിയയാണ് നമ്മൾ ഫ്ലോർ ഏരിയ എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ ബിൽഡിംഗ് എക്സ്ക്ലൂഡിംഗ് ദ ഏരിയ ഓക്കുപ്പൈഡ് ബൈ ദ വാൾ? ആൻസർ
ഫ്ലോർ ഏരിയ ആണ്. പ്ലിന്ത് ഏരിയ എന്ന് പറഞ്ഞാൽ പ്ലിന്തോട് ചേർത്തുള്ള ഏരിയ പറയുമ്പോഴാണ് നമ്മൾ പ്ലിന്ത് ഏരിയ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, in the case of open channel flow, if the flow is laminar, which of the following is correct? ഒരു ഓപ്പൺ ചാനൽ ഫ്ലോയില് ഫ്ലോ ലാമിനാർ ആവണം എന്നുണ്ടെങ്കിൽ അതിന്റെ റിനോൾഡ്സ് നമ്പർ വാല്യൂ ഷുഡ് ബി ലെസ് ദാൻ 500. റിനോൾഡ്സ് നമ്പർ വാല്യൂ ലെസ് ദാൻ 500 ആണെങ്കിൽ ഒരു ഓപ്പൺ ചാനൽ ഫ്ലോയിൽ OCFല് ഫ്ലോ എന്തായിരിക്കും? ലാമിനാർ ആയിരിക്കും. ഇനിയൊരു പൈപ്പിന്റെ കേസിലാണെങ്കിൽ ഫ്ലോ ലാമിനാർ ആവണം എന്നുണ്ടെങ്കിൽ റിനോൾഡ്സ് നമ്പർ ഷുഡ് ബി ലെസ് ദാൻ 2000. ഒരു പൈപ്പിന്റെ കേസിലാണെങ്കിൽ റിനോൾഡ്സ് നമ്പർ ഷുഡ് ബി ലെസ് ദാൻ 2004 ഇൻ ദ കേസ് ഓഫ് ലാമിനാർ. അടുത്ത ചോദ്യം, നെയിം ദ റേഷ്യോ ഓഫ് പവർ അവൈലബിൾ അറ്റ് ദ ഷാഫ്റ്റ് ഓഫ് ദ ടർബൈൻ ടു ദ പവർ ഡെലിവേർഡ് ബൈ ദ വാട്ടർ ടു ദ റണ്ണർ. എന്താണ്? പവർ അവൈലബിൾ അറ്റ് ദ ഷാഫ്റ്റ്, ടർബൈൻ ഷാഫ്റ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പവർ ടു പവർ ഡെലിവേർഡ് ബൈ ദ വാട്ടർ ടു ദ റണ്ണർ. അതിന്റെ ആ റേഷ്യോനെ നമ്മൾ മെക്കാനിക്കൽ എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, വാട്ട് ഈസ് മീൻ ബൈ കാംബിയം ലെയർ ഓഫ് എൻ എക്സോജീനസ് ട്രീ? ഒരു എക്സോജീനസ് ട്രീയിലെ കാംബിയം ലെയർ എവിടെയാണ്? ക്വസ്റ്റ്യൻ അനുസരിച്ച് കാംബിയം ലെയർ എവിടെയാണ്, ലൊക്കേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഫിഗർ നോക്കിയാൽ അറിയാം, ഇതാണ് നമ്മുടെ കാംബിയം ലെയർ. കാംബിയം ലെയർ എവിടെയായിരിക്കും എന്നുള്ളത് ഈസ് ബിറ്റ്വീൻ ഇന്നർ ബാർക്ക് ആൻഡ് സാപ്വുഡ്. ബിറ്റ്വീൻ ഇന്നർ ബാർക്ക് ആൻഡ് സാപ്വുഡ്. നമ്മളെ കാംബിയം ലെയർ കണ്ടില്ലേ? കാംബിയം ലെയർ ഒരു പച്ച കളറിൽ കാണുന്നത് നമ്മൾ കാംബിയം ലെയർ എന്ന് പറയുന്നത്. അത് ഇതിന്റെ പുറത്താണുള്ളത്. നമ്മുടെ സാപ്വുഡിന്റെയും ഇന്നർ ബാർക്കിന്റെയും അകത്താണ് നമ്മൾ, ഇടയ്ക്കായിട്ടാണ് എന്ത് വരുന്നത്? നമ്മുടെ കാംബിയം ലെയർ കാണപ്പെടുന്നത്. കാംബിയം ലെയർ ഓഫ് എൻ എക്സോജിയസ് ട്രീ വിൽ ബി ബിറ്റ്വീൻ ദ ഇന്നർ ബാർക്ക് ആൻഡ് സാപ്വുഡ്. അടുത്തത്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടു മെഷേർഡ് വാല്യൂസ് ഓഫ് സെയിം ക്വാണ്ടിറ്റി ഇൻ സർവേയിങ്? രണ്ട് മെഷേർഡ് വാല്യൂസ്, ഒരു സെയിം ക്വാണ്ടിറ്റി മെഷേർഡ് വാല്യൂസ് തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ ഡിസ്ക്രിപ്പൻസി എന്ന് പറയുന്നത്. വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു മെഷേർഡ് വാല്യൂ ഓഫ് സെയിം ക്വാണ്ടിറ്റി ഇൻ സർവേയിങ് ഇസ് കോൾഡ് ഡിസ്ക്രിപ്പൻസി. അപ്പോ നമ്മൾ ഇന്ന് 25ഓളം ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ബാക്കി ചോദ്യങ്ങൾ നമുക്ക് അടുത്തുള്ള വീഡിയോ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.